ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. NS വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും റമദാൻ മുബാറക്. റമദാൻ തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആകാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗുലാം ജാമിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഗുലാം ജാം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ 3-4 ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 4 ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും പാലൊന്നും വേണ്ട, കുറച്ച് പാൽ മതി. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പുട്ടിന് മാവ് നനയ്ക്കുന്ന പരുവത്തിന് ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാം. ഒരുപാടൊന്നും പാലൊഴിക്കുകയൊന്നും വേണ്ട, കുറച്ച് പാലൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ കുഞ്ഞു ഉരുണ്ടയായിട്ട് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിന് വേണം ഒന്ന് നനച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ നനച്ചെടുത്തതിന് ശേഷം ഇതേപോലെ കുഞ്ഞു ഉരുളയാക്കി എടുക്കുക. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഞാൻ അടുപ്പത്തോട് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ബ്രെഡെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ചെറിയ തീയിലിട്ടാണ് അതൊന്ന് വറുത്തെടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടൊന്നിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ചെറിയ തീയിലിട്ട് തന്നെ വറുത്തെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് വരത്തില്ല. അതിനുശേഷം നമുക്കൊരു പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാൻ 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഒരു പഞ്ചസാര പാനി തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മണത്തിന് വേണ്ടിയാണ് ഞാൻ ഏലക്ക ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും കൂടെ തീ കുറച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഗുലാം ജാം റെഡി ആയിട്ടുണ്ട്. വളരെ സ്വീറ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡും പാലും ഉണ്ടെങ്കിൽ ഗുലാം ജാം റെഡി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.